നമസ്കാരം. ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ഒരു മജീഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ മുതുകാട് എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹിയെ നിങ്ങൾ അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല, കണ്ടറിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ ലയൺസിൻ്റെ ജീവം എന്നുള്ള കൂട്ടായ്മ എന്നും രാവിലെ ഞങ്ങളൊരു 500ഓളം പേര് എന്നും ഒരുമിച്ച് എക്സസൈസ് ചെയ്യുന്ന ആളൊരു കൂട്ടായ്മയാണത്. ഞങ്ങൾ ഒരു 200ഓളം പേരെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ ട്രിവാൻഡ്രത്തുള്ള മാജിക് പ്ലാനറ്റിൽ അത് സന്ദർശിച്ചു, ഒന്ന് കണ്ടു, അവിടുത്തെ കാര്യങ്ങൾ കണ്ടു, കേട്ടു, അനുഭവിച്ചറിഞ്ഞു. ഈ സെർബ്രൽ പാൽസി വന്ന കുട്ടികൾ, അതെന്താ പറയുക, മെൻ്റലി ചലഞ്ച്, ഫിസിക്കലി ചലഞ്ച്, അല്ല ഡിഫറെൻറ്റ് എബിലിറ്റീസ് ഉള്ള കുറച്ച് കുട്ടികൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഏത് വാക്കുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നല്ല, നമുക്ക് ഓട്ടിസം വന്നിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുണ്ടാകുന്ന ആ കുട്ടികളുടെ മനസ്സിലുണ്ടാവും. ഈവൻ മെൻ്റലി റിട്ടാർഡഡ് കുട്ടികളടക്കം ഉള്ളത്. ഇങ്ങനത്തെ കുട്ടികളുടെ അകത്തും ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് സർഗവാസനകൾ, കുറച്ച് കലാവാസന ഇവിടെയൊക്കെ ഉണ്ട്. ഇത് വളർത്തിയെടുക്കാനുള്ള ഒരു ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ, ഒരു കലാകാരൻ്റെ മനസ്സുകൊണ്ട് കാണുമ്പോൾ ആ കല തിരിച്ചറിയാൻ പറ്റുന്നു. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ കലയെ പരിപോഷിപ്പിച്ചെടുത്ത് അവിടെ ശാസ്ത്രസംഗീതം പാടുന്ന കുട്ടികൾ, മാജിക് നടത്തുന്ന കുട്ടികൾ, എന്താ പറയേണ്ടത്, നമുക്കത് അനുഭവിച്ചറിയേണ്ടതാണ് ശരിക്കും എന്താണെന്നുള്ളത്. ആ ഒരു ഫീല് കിട്ടിയപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ തന്നെ ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ എല്ലാവരും പറഞ്ഞു, നമ്മൾക്കും എന്തെങ്കിലും ചെയ്യണം, നമുക്കെല്ലാം എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കിട്ടി, അത് കൂടുതലായിപ്പോയതിൻ്റെ കുഴപ്പമാണ് നമുക്ക് പലർക്കും ഉള്ളത്. റൈറ്റ്. എന്തായാലും ഇത്രയും കാലം ഭൂമിയിൽ ജീവിച്ചു, ഇനി കുറേ അധികം കാലം ജീവിക്കാൻ കിടക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം എന്നുള്ള ഞങ്ങളുടെ കൂട്ടായ്മ ചിന്തിച്ചത് പ്രകാരം ഇദ്ദേഹം IIPD, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന സ്ഥാപനം അങ്ങ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത് അവിടെ അത് പ്ലാൻ ചെയ്ത് തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. അതും ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ കാസർഗോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും എൻഡോസൾഫാൻ ദുരിത ബാധിതരെന്ന് പറഞ്ഞ ആ കുട്ടികൾ. ആ കുട്ടികളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ റീഹാബ് ചെയ്യാൻ വേണ്ടി, അവർ കഴിയുന്നത്രയും അവരെ എങ്ങനെയെല്ലാം സഹായിക്കാൻ പറ്റുമോ അറിയില്ല, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്, എന്തെല്ലാം കിട്ടുന്നുണ്ടെന്നും അറിയില്ല അവർക്ക് ശരിക്കും. എന്നാലും ഇദ്ദേഹത്തിൻ്റെ IIPD സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള ഫിസിക്കലി ചലഞ്ചായിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല ഹെൽത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരാൻ ഫിസിയോതെറാപ്പി, ഹൈഡ്രോതെറാപ്പി, ആനിമൽ തെറാപ്പി, അങ്ങനെ അവരെ മെൻ്റലി ആൻഡ് ഫിസിക്കലി അവരെ സ്റ്റേബിളാക്കി എടുക്കാനും മാക്സിമം അപ്ലിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ അകത്ത് ഉള്ളതെല്ലാം ഡീറ്റെയിൽഡായിട്ട് കുറേ അധികം കാര്യങ്ങളുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. എന്തായാലും അവരുടെ ഫിസിക്കൽ ഡിഫോമിറ്റീസിനെ മാക്സിമം ബെറ്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ടും മെൻ്റലി ഇൻവോൾവ് ആകാൻ വേണ്ടി അവരെയും നമ്മുടെ സമൂഹത്തിൽ നമ്മളെപ്പോലത്തെ കൂട്ടായ്മയിലേക്ക് മാക്സിമം അപ്ലിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. 1000ഓളം കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാനുള്ള ആ സെൻറ്റർ, ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു ട്രെയിനിങ് സെൻറ്റർ പോലെ, റൈറ്റ്. അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ലയൺസ് പ്രസ്ഥാനത്തിലെ ഇത് ചേർന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ഈ പറഞ്ഞ എൻഡോസൾഫാൻ ദുരിത ബാധിതര ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക, എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന അറിയില്ല. എല്ലാവരുടെയും സഹായത്തോടെ എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണമെന്നൊരു മനസ്സുണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് പലരും ഒരു പ്രതിജ്ഞ പോലെ അന്ന് പറയുകയും ചേർന്നു, ഞാനുണ്ട്. സോ ഞങ്ങളുടെ കൂട്ടായ്മ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാനുള്ളൊരു തീരുമാനത്തിലാണ്. എല്ലാവരും ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാവരും ആ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ആർക്കും സ്വാഗതം. കാരണം ഈ കുട്ടികളുടെ അമ്മമാരും അവരെപ്പോഴും ചിന്തിക്കാറുള്ളത്, എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ കുട്ടികൾ ആര് നോക്കുന്ന, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടി മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും അമ്മമാർ നാട്ടിലുണ്ടാവുക, ഉണ്ടെങ്കിൽ അത് അവരായിരിക്കും ചിലപ്പോൾ. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമായിരിക്കും അല്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളൊന്നും ഇല്ലാത്ത നമ്മുടെ എല്ലാം ഭാഗ്യമല്ലേ. സോ എന്താ പറയുക, മാനവസേവ, മാധവസേവ എന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ടാവും. വായുകൊണ്ട് പറയാൻ ധാരാളം പേരുണ്ടാവും, പക്ഷെ ചെയ്യാൻ അധികം പേരുണ്ടാവില്ല. ഇതിൻ്റെ മറപറ്റി ഇദ്ദേഹം കോടികൾ സമ്പാദിക്കാൻ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകളും ഈ നാട്ടിലുണ്ടാകാം. കാരണം അവരുടെ കണ്ണിലൂടെയാണ് അവർ അദ്ദേഹത്തെ കാണുന്നത്. നമ്മൾ ഏത് കണ്ണുകൊണ്ട് എന്തിനെ കാണുന്നു, അത് നമ്മുടെ മനസ്സ്, നമ്മുടെ കണ്ണിലൂടെ കാണും, നമ്മുടെ മനസ്സാണ് കാണുന്നത്. ഇത് തിരിച്ചറിയാൻ പറ്റാത്തത് നമ്മുടെ ആരുടെയും കുഴപ്പമില്ല, അതൊക്കെ ജീനിൻ്റെ പ്രശ്നം എന്നാണ് പറയുക ശരിക്കും. എന്തിനേയും സംശയത്തോടു കൂടി അല്ലെങ്കിൽ
എനിക്കെല്ലാം വേണം, എനിക്കെല്ലാം വേണം. നമ്മുടെ JCB പോലെയെന്ന് പറയും, എല്ലാം എനിക്ക് വേണം, എനിക്ക് വേണം. ഒരാൾക്കൊന്നും കൊടുക്കില്ല. എനിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തേക്ക് എല്ലാം എനിക്ക് വേണം. പോകുമ്പോഴേക്കും കൊണ്ടുപോകാൻ കോടികൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ധാരാളം പേരുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞങ്ങളുടെ ഈ കൂട്ടായ്മ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എത്രത്തോളമാണോ അത് മാക്സിമം ആ സ്ഥാപനത്തിലേക്ക് അവരോട് സഹകരിച്ച് ഇനിയുള്ള കാലം മാക്സിമം സഹകരിച്ച് മുമ്പോട്ട് പോലുള്ള തീരുമാനത്തിലാണ്. അതിലേക്ക് നിങ്ങളേവരെയും, നിങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഞങ്ങളുടെ കൂടാം. അത് മനുഷ്യ സമൂഹത്തിലെ ഇത്രയും അറിയിക്കുന്ന ഒരു 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 ഗ്രൂപ്പ് കുട്ടികളോ ആളുകളോ ഈ സമൂഹത്തിൽ വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ഇത് ഞാൻ എന്ത് ചെയ്തിട്ട് എന്തിനാണ്, നമ്മൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? പക്ഷെ ഇത് കൂട്ടായ്മയായിട്ട് വിചാരിക്കുമ്പോൾ ഇത് വലിയൊരു മൂവ്മെൻ്റായി മാറും. സോ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം, ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ. താങ്ക് യു.